CPIM പാർട്ടി ഓഫീസിന് നേരെയുണ്ടായ പടക്കമേറിൽ പ്രതി അഷ്റഫിന്റെ ആരോപണം തള്ളി പ്രാദേശിക നേതാക്കളായ മൻസൂറും ശ്രീരാജും. തങ്ങളുടെ പേര് പറഞ്ഞതിൽ ഗൂഢാലോചനയുണ്ട്, ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അഷ്റഫിനെ കണ്ടിട്ട് വർഷങ്ങളായെന്നും നേതാക്കൾ പറഞ്ഞു. CPIM ലോക്കൽ സെക്രട്ടറി മൻസൂറും DYFI ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജും വെല്ലുവിളിച്ചതിനാലാണ് പടക്കം എറിഞ്ഞത് എന്നായിരുന്നു അഷ്റഫിന്റെ ആരോപണം. അജിത് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണ്ണാർക്കാട് രാഷ്ട്രീയ വിവാദം കത്തി നിൽക്കുകയാണ്. CPMന്റെ ലോക്കൽ സെക്രട്ടറിയും മണ്ണാർക്കാട് DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയും നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ അഷ്റഫ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഇത്തരത്തിൽ നിങ്ങളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പടക്കം എറിഞ്ഞതെന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഏതാണ്ട് ഈ അഷ്റഫിനെ കണ്ട് ഒരു 2 വർഷത്തിനപ്പുറമായി. അയാൾ വിദേശത്താണുള്ളത്. വന്നതിന് ശേഷം ഒരു തവണ ആയുർവേദ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ മാത്രമാണ് അവിടെ വെച്ചൊരു മിന്നാട്ടം കണ്ടു എന്നല്ലാതെ വേറെ നമ്മൾ അയാളുമായി ഒരു ബന്ധവുമില്ല. പിന്നെ എൻ്റെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോ ഏതാണ്ട് ഒരു 7 വർഷം മുൻപ് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത ഒരു ഫോട്ടോ ആണ്. പിന്നെ CPMന്റെ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക, നമ്മളുടെ ഏറ്റവും വലിയ ഹൃദയമാണ് ഞങ്ങളുടെ ഓഫീസ്. ആ ഓഫീസിലേക്ക് പിന്നെ പടക്കം എറിയാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുമെന്നുള്ള ഒരു രീതി, അത് ഏതോ ഒരു ഭാഗത്തു നിന്ന് എടുത്ത ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ട് എന്ന് മാത്രമേ നമുക്ക് ആ സമയത്ത് സൂചിപ്പിക്കാം. ഈ ഗൂഢാലോചനയാണെന്നാണ് പറയുന്നത്. അപ്പോൾ DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീരാജ് ഈ കാര്യത്തിൽ നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. താങ്കൾ ഈ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ നിങ്ങൾക്കെതിരെ ഇങ്ങനെ പറയുന്നതുകൊണ്ട്? ഗൂഢാലോചന ഇല്ലാതെ ഇങ്ങനെ ഒരു സാധനം പുറത്തു വരില്ലല്ലോ. ഒറ്റ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്കിത് തെളിയിക്കാൻ പറ്റും. അപ്പോൾ അയാൾ പറയുന്നത് ഞാനും മൻസൂറും അയാളും കൂടി KTDC ആഹാരൻ്റെ അവിടുന്ന് ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഒരു വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഈ വെല്ലുവിളി നടത്തിയെന്നാണ്. ഇപ്പോൾ തെളിയിക്കാൻ ഇവിടെയൊക്കെ CCTV ഉണ്ട്. അയാൾ പറയുന്ന സമയത്ത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഞാനും അയാളും മൻസൂറും ഒരുമിച്ചുണ്ടായിരുന്നു നോക്കിയാൽ മതി. ഇനിയിപ്പോൾ അത് പ്രയാസമാണെങ്കിൽ എൻ്റെയും മൻസൂറിൻ്റെയും അയാളുടെയും മൊബൈൽ ടവർ പരിശോധിക്കുക. അയാൾ പറയുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ളൂ. ഞാനും മൻസൂറും അയാളും കൂടി ഒരുമിച്ച് കണ്ടിട്ട് ഏതാണ്ട് ഒരു 6-7 വർഷമെങ്കിലും ഒരുമിച്ച് കണ്ടിട്ടായിട്ടുണ്ടാവും. ഈ വിഷയം നടക്കുന്ന അന്ന് ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അയാൾ എൻ്റെ പേര് മാത്രം പറയുകയാണെങ്കിൽ അയാൾക്ക് സാങ്കേതികമായെങ്കിലും തെളിവുകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇത് വളരെ വലിയ ഗൂഢാലോചനയാണ്. അതായത് ഇവിടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി നടത്തുന്ന അഴിമതികൾക്കെതിരായിട്ട് പ്രതികരിക്കുന്ന മൻസൂറിനെ തകർക്കുക, അത്തരം അഴിമതികൾക്കെതിരായിട്ട് പ്രതികരിക്കുന്ന DYFIയെ തകർക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. രാഷ്ട്രീയ എതിരാളികൾ അതിന് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് അതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാം. സ്ട്രൈറ്റ് ആയിട്ട് ഒരു ചോദ്യം കൂടി, PKCC ആണോ ഇത്തരത്തിൽ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ നിന്നാണോ നിങ്ങൾ കരുതുന്നത്? ഈ ഘട്ടത്തിൽ ഇന്നലത്തെ മുദ്രാവാക്യങ്ങളും പ്രസംഗവും എല്ലാം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു തരത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയതാണ്. സമാനമായ ഒരു വിഷയം 1.5 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ മദ്യലഹരിയിൽ ഒരുത്തൻ വീട്ടിൽ കയറി വീടിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് വീണ് അന്നും അതിന് മൻസൂർ ഗുണ്ടകളെ വിട്ട് പരിക്ക് പറ്റിച്ചതാണെന്ന് പറഞ്ഞ് മദർ കെയർ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും പോലീസ് അത് അന്വേഷിച്ച് നോക്കുമ്പോൾ CCTV കാണുന്നതോടുകൂടിയാണ് പൊളിഞ്ഞത്. പിന്നെ മൻസൂറല്ല, ഇത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില ഗൂഢാലോചനയുടെ ഭാഗമായിക്കൊണ്ടാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ മറ്റു ആളുകളുടെ പേരൊന്നും നമ്മളിതിൽ വഴിച്ച് ഇടുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏതാണെങ്കിലും CPM മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി മൻസൂറും DYFIയുടെ മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജുമാണുള്ളത്. അവർ പറയുന്നത് ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പിന്നിൽ തങ്ങളുടെ പേര് പറയാൻ കാരണം അതിന് പിന്നിൽ ഗൂഢാലോചനയാണ്. അഷ്റഫുമായി കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടിട്ടില്ല, അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്.